പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തെയും മരണത്തെയും ക്രമീകരിച്ചിരിക്കുന്നത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് അള്ളാഹുവിന് നല്ല രീതിയിൽ മനോഹരമായി മെച്ചമായ രീതിയിൽ ഇബാദത്തുകൾ എടുക്കുന്നത്? ആരാണ്? റബ്ബ് പറഞ്ഞാൽ അനുസരിക്കുന്നത് ആരാണ്? മോശപ്പെട്ട ജീവിതം നയിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും നിങ്ങൾക്ക് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മരണവും ജീവിതവും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് പരീക്ഷണ അടിസ്ഥാനത്തിലാണ്. എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടുന്നതായ ഒരു തസ്തികയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ എത്തിക്കുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിത കാലഘട്ടത്തെ പറ്റി എന്തേ മനുഷ്യ നീ ചിന്തിക്കാതെ പോകുന്നത്? ഉമ്മയുടെ ഉദരത്തിൽ കേവലം ഒരു ദ്രാവകം, ഒരു സ്പൂൺ മാത്രമാകുന്ന ഒറ്റത്തിലേക്ക് ഒരു ബീജത്തുള്ളിയായി നിലകൊള്ളുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൊണ്ടുവന്നില്ലയോ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. പല ഘടകങ്ങൾ കൂടിച്ചേരുന്ന ബീജത്തുള്ളിയിൽ നിന്നല്ലയോ മനുഷ്യ നിന്നെ നാം പടച്ചത്? ഇന്ന് നീ 6 അടി പൊക്കമുള്ളവനായി മാറി. ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഉന്നതമാകുന്ന വിദ്യാഭ്യാസമുള്ളവനായി മാറി. ഇന്ന് വലിയ ശാസ്ത്രജ്ഞനായി നീ മാറിയിട്ടുണ്ട്. ഇന്ന് വലിയ സമ്പന്നനായി അല്ലാഹു നിന്നെ മാറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നിന്റെ ചെറിയ കാലഘട്ടം ഉമ്മയുടെ ഉദരത്തിൽ ഒരു ചെറിയതാകുന്ന അവസ്ഥാവിശേഷമായി ഒരു ബീജത്തുള്ളിയായി നീ നിലകൊണ്ടിരുന്ന ഘട്ടത്തെ പറ്റി എന്തേ നീ ചിന്തിക്കാതെ പോകുന്നത്? ഫജഅൽനാഹു സമീഅൻ ബസീറാ. ആ ഉമ്മയുടെ ഉദരത്തിൽ ഒരു ബീജത്തുള്ളിയായി നിന്നെ രക്തക്കട്ടയാക്കി അല്ലാഹു മാറ്റിയില്ലയോ? അതിനെ അല്ലാഹു മാംസക്കട്ടയാക്കി മാറ്റിയില്ലയോ? ആ മാംസക്കട്ടയിലേക്ക് എല്ലുകൾ കൊണ്ട് അല്ലാഹു പൊതിഞ്ഞില്ലയോ? അതിലേക്ക് വീണ്ടും അല്ലാഹു മാംസം കൊണ്ട് പൊതിഞ്ഞില്ലയോ? വീണ്ടും അതിലേക്ക് ചർമ്മമിട്ട് അല്ലാഹു മനോഹരമാക്കിയില്ലയോ? ഉമ്മയുടെ ഉദരത്തിൽ 120 ദിവസം പ്രായമെത്തിയ നിന്നിലേക്ക് ഒരു മലക്കിനെ കൊണ്ട് അല്ലാഹു ഊതിയില്ലയോ? അതിന്റെ കേൾവിയുള്ളവനായും നിന്നെ കാഴ്ചയുള്ളവനായും അല്ലാഹു മാറ്റിയില്ലയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ? യതറാ അഹ്ലുസ് സമാഇ അൽ ബൈത്തല്ലദീ യുത്ലാ ഫീഹാ അൽ ഖുർആൻ കമാ യതറാ അഹ്ലുൽ അർളി അന്നുജൂമ ഫിസ്സമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യതറാ അഹ്ലുസ് സമാഇ അൽ ബൈത്തല്ലദീ യുത്ലാ ഫീഹൽ ഖുർആൻ. ആകാശലോകത്തുള്ള അല്ലാഹുവിന്റെ സർവ്വ മലക്കുകളും ഭൂമിയിൽ വിശുദ്ധമായ ഖുർആൻ വീടിൻകൾ മുഴുവനും നിന്റെ അമലുകൾ നോക്കിക്കാണുകയാണ്. ഏതുപോലെ കമാ യതറാ അഹ്ലുൽ അർളി അന്നുജൂമ ഫിസ്സമാ. ഭൂമിയിലുള്ള ജനങ്ങൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങളെ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് നീ കാണുന്നില്ലേ? അതേപോലെ ആകാശത്തുള്ള സർവരും ഭൂമിയിൽ വീടിന്റെ അകത്തളത്തിലിരുന്നു ഖുർആൻ ഓതുന്നവരെ നോക്കിക്കാണും. അവർക്ക് കാരുണ്യം ചൊരിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിലിരുന്നുകൊണ്ട് ഓതണം, അശ്രദ്ധരാകാൻ പാടില്ല. ശഅബാൻ മാസത്തിന് ഒരു പേരുണ്ട്, എന്ത്? ഷഹ്റുൽ ഖിറാഅ എന്നുകൂടി ഒരു പേരുണ്ട്. പാരായണത്തിന്റെ മാസം. ഏതാ പാരായണത്തിന്റെ മാസം? ഖുർആൻ ഓതുന്ന മാസം. റമളാനി മാത്രമല്ല, ശഅബാനിന് അങ്ങനെ ഒരു പേര് കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓത്ത് ഇപ്പൊ തുടങ്ങണം നടത്തണം. ഇപ്പൊ തുടങ്ങണം. ഖുർആൻ ഖത്മൊക്കെ ഇപ്പോഴെന്നാണ് തുടങ്ങേണ്ടത്?
ആരാ ഇവിടെ തുടങ്ങിയത്? യാസീൻ പോലും ഓതലില്ല. അങ്ങനത്തെ കൗമിനോടാണ് ഖത്തം തുടങ്ങാൻ പറയുന്നത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഖത്മ് തുടങ്ങി വെക്കേണ്ട സമയമായി. ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കണം. ഈ മാസത്തിൽ തന്നെ തുടങ്ങണം. ഷഹ്റുൽ ഖിറാഅ, വിശുദ്ധമായ ശഅബാനിന്റെ മറ്റൊരു പേരാണത്. ഖുർആൻ പാരായണത്തിന്റെ മാസം. ജനങ്ങളെ അശ്രദ്ധ പതിപ്പിക്കുന്നതായ ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അശ്രദ്ധ വെക്കുന്ന ഒരു അമലാണ് ഖുർആനോത്ത്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമൊരുമായ മാസം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ായ ഖുർആൻ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ അതാ എന്റെ തൊട്ടടുത്തു കെട്ടിയിട്ടിരിക്കുന്നതായ ആലയിൽ നിന്ന് കുതിര ശക്തിയായി 2 കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി കരയുകയാണ്. ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. യാ ബനീ ഇസ്രായീല ദുഖുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുകും അലൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ മനോഹരമായ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുമ്പോ അതാ കുതിര അതിന്റെ ആലയിലിരുന്നു കൊണ്ട് 2 കാലുകൾ കുളമ്പടികൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഖുർആൻ അടച്ചു വെച്ചു. ഓതല് പൂർത്തിയാക്കി വേഗം തന്നെ ഞാൻ കുതിരയുടെ അടുക്കലേക്ക് ചെന്നു. കുതിരയെ സമാധാനിപ്പിച്ചു. അപ്പോൾ കുതിര 2 കാലുകളും നിലത്തേക്ക് വന്നുകൊണ്ടിട്ടുണ്ട്. ഞാൻ അടുത്ത് വന്നപ്പോൾ അതിന്റെ കുളമ്പടിയൊക്കെ നിലത്ത് വെച്ച് സ്റ്റേണായിട്ട് നിൽപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ വീണ്ടും വന്നു. പരിശുദ്ധമായ ഖുർആൻ തുറന്നു. ബാക്കി ഓതുകയാണ്. സൂറത്തുൽ ബഖറയുടെ ബാക്കിയുള്ള ആയത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് 2 പേജ് കൂടി ഓതി തീർക്കുമ്പോ വീണ്ടും അതാ കുതിര അതിന്റെ ആലയിൽ നിന്നുകൊണ്ട് അതിശക്തമായ നിലയിൽ 2 കാലുകളും ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്തെന്നില്ലാതെ ശബ്ദിക്കുകയാണ്. ഞാൻ വീണ്ടും അതാ ഓതല് നിർത്തിയിട്ട് കുതിരയുടെ അടുക്കലേക്ക് വന്ന് അതിനെ ആശ്വസിപ്പിക്കുന്നു. കുതിര കാല് താഴ്ത്തിയിടുന്നു. വീണ്ടും ഞാൻ ചെന്നുകൊണ്ട് കുതിരയെ സമാധാനിപ്പിക്കുകയാണ്. ഞാൻ ഓതല് നിർത്തി. കാരണം എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ യഹ്യ എന്ന പൊന്നമോൻ ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ യഹ്യ എന്ന പൊന്നമോന് ആ കുതിരയുടെ കുളമ്പടിയുടെ അടുത്ത് പോയി നിൽപ്പുണ്ട്. അത് കാലിങ്ങനെ പൊക്കി കണ്ടിട്ട് എന്റെ മോനതിന്റെ താഴത്ത് തന്നെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. കുതിര ഇങ്ങനെ 2 കാലും ഫ്രണ്ടിലത്തെ 2 കാലും പൊക്കി പിടിച്ച് ഇങ്ങനെ ശബ്ദിക്കുക. എന്റെ മകൻ, ഇളയ മകൻ യഹ്യ എന്ന മകൻ അതിന് തൊട്ട് താഴെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. കുതിര എങ്ങനെ കാല് താഴോട്ട് വെച്ചാൽ കുഞ്ഞു മയ്യത്താവും. കാരണം ഇതിന്റെ കുളമ്പടി കൊണ്ടാൽ മതിയല്ലോ, കൊച്ചു കുട്ടികൾക്ക് ഒരു ഒറ്റ തട്ട് കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ ആ കുഞ്ഞിനെ ഭയന്നിട്ട് പെട്ടെന്ന് ഓത്ത് നിർത്തിയിട്ട് ഓടിച്ചെന്ന് മോനെ പോയി ഇങ്ങെടുത്തു. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഈ സംഭവം വല്ലാതെ മനസ്സിൽ വല്ലാതെ സ്പാർക്കായി. സുബഹിക്ക് ഞാനിതാ പരിശുദ്ധ പ്രവാചകന്റെ തിരുഹളറത്തിലേക്ക് മദീനയിലേക്ക് ചെല്ലുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ ഇന്നലത്തെ രാത്രിയിൽ ഇശാ കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് പാരായണം ചെയ്തപ്പോ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ കുതിര 2 കാലുകൾ അതിന്റെ കുളമ്പുകൾ മുകളിലേക്ക് ഉയർത്തി അതിശക്തമായി 3 പ്രാവശ്യം ശബ്ദിക്കുകയും മകൻ വന്നുകൊണ്ട് കുളമ്പിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നപ്പോ എന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഓതല് ഞാൻ നിർത്തുകയും ചെയ്തു. ആകാശത്തേക്ക് ഞാൻ നോക്കുമ്പോ വെളുത്ത നിറത്തിലുള്ള ഒരു സ്തൂപമതാ എന്റെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ദർശിക്കാൻ സാധ്യമായി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉസൈദേ ഉസൈദേ, നീ എന്താണ് ഖുർആനോത്ത് നിർത്തിക്കളഞ്ഞത്? നീ എങ്ങാനും ഇന്നലത്തെ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതി അങ്ങനെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ സുബഹിയുടെ സമയത്തിന് മുമ്പായി നിന്റെ വീട്ടിലേക്ക് ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഈ സമൂഹത്തിന് കാണാമായിരുന്നു. അതാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിളക്കായി കടന്നു വരുന്ന മലക്കുകളെന്ന് നബി
നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ വീടുകളിൽ ശാന്തി വേണ്ടയോ? നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണ്ടയോ സഹോദര? എന്നാൽ ഖുർആനോദനെ, ഖുർആനോദനെ. അല്ലയോ ബഹുമാനപ്പെട്ട ഉസൈദേ, നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് സക്കീനത്തിന്റെ മലക്കുകളാണ്. ശാന്തിയും സമാധാനവുമായിട്ടാണ് അവർ വന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ വീടിനകത്തലങ്ങൾ സിനിമാ തിയേറ്ററുകൾ പിടിപ്പിക്കുന്ന തിരക്കുകളാണ്. ഹോം തിയേറ്ററുകൾ കൊണ്ടുവരുന്ന തിരക്കുകളാണ്. 4000, 5000, 10000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ ഏകദേശം 800 സ്ക്വയർ ഫീറ്റോളം റൂമുകൾ സജ്ജീകരിക്കുന്നത് തന്നെ ശരീരത്തെ കൊണ്ടുപോവുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ഏത് വീട്ടിലേക്ക് ചെന്നാലും അല്പം ഒച്ചത്തിലിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിനിമാ പാട്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആനോത്തൊന്നും ഇല്ല. മുമ്പ് കാലങ്ങളിൽ നല്ല ഖുർആനോത്തുണ്ടായിരുന്നു, ദിക്റും സ്വലാത്തും ഉണ്ടായിരുന്നു. തഹ്ലീൽ ചൊല്ലും. മഗ്രിബിന് മുമ്പ് വാപ്പായും മക്കളും കുടുംബമൊക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആര് ചെല്ലുന്നു? ഒന്നും ഒരു ചെല്ലലില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിച്ചു. നമ്മുടെയൊക്കെ ഒരു കുട്ടിത്തം മുതലൊരു ജീവിതത്തെ ഒന്ന് ചിന്തിക്കാൻ സഹോദരങ്ങളെ. ചെറിയ കാലഘട്ടം മുതലേ അള്ളാഹു പരിവർത്തനപ്പെടുത്തിയും പാകപ്പെടുത്തിയും കൊണ്ടുവന്നതിനെ പറ്റി അള്ളാഹു പറയാൻ. ബീജത്തുള്ളിയായിരുന്നു, അതിനെ രക്തക്കട്ടയാക്കി, പിന്നെ അതിനെ മാംസക്കട്ടയാക്കി, അതിലേക്ക് അള്ളാഹു എല്ല് കൊണ്ടുവന്നു, അതിൻ്റെ മുകളിൽ വീണ്ടും മാംസം ഇട്ടു, അതിൻ്റെ മുകളിൽ വീണ്ടും ചർമ്മം കൊണ്ടുവന്നിട്ടു. 4 മാസം ഉമ്മയുടെ ഉദരത്തിൽ പ്രായമെത്തിയപ്പോൾ സുമ്മ യുർസില ഇലൈഹിൽ മലക്കു, ഒരു മലക്കിനെ അല്ലാഹു പറഞ്ഞയച്ചു. ഫയംഫുഹു ഫീഹി റൂഹ, ആ കുഞ്ഞിൽ അല്ലാഹു ആത്മാവ് ഊതി. 4 മാസം എത്തുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ചലിച്ചു തുടങ്ങി. നിന്നെ നല്ല കാഴ്ചയുള്ളവനും കേൾവിയുള്ളവനും ഒക്കെ ആക്കി നല്ല ഒരു കുഞ്ഞാക്കി അല്ലാഹു ഈ ബൃഹത്തായ ലോകത്തേക്ക് പടച്ചു വിട്ടു. ഈ ദുന്യാവിന്റെ തൊലിപ്പുറത്തേക്ക് നിന്നെ കൊണ്ടുവന്നു. നീ മനസ്സിലാക്കണം, അതിനു മുമ്പ് നീ ഒന്നുമല്ലാതിരുന്നു. അതാണ് അല്ലാഹു പറയുന്നത്. നീ ഒന്നുമല്ലാതിരുന്ന ഘട്ടത്തിലെ പറ്റി നീ എന്തുകൊണ്ട് നീ ചിന്തിക്കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടം നിനക്കുണ്ടായിരുന്നു. അതാണ് അല്ലാഹു പറയുന്നത്. ഇതെന്തിനാ ഇതെല്ലാം തന്നത്? അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാ തന്നത്? നബ്തലീ, ഇതെല്ലാം നിനക്ക് നാം നൽകിയത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കൈകാലുകൾക്ക് അല്ലാഹു സ്വാധീന ശക്തി നൽകിയത്, നിന്റെ കാതിന് അല്ലാഹു കേൾവി ശക്തി നൽകിയത്, നിന്റെ കണ്ണിന് അല്ലാഹു കാഴ്ച ശക്തി നൽകിയത്, നിന്റെ കൈക്ക് അല്ലാഹു നല്ല പവർ നൽകിയത്, നിന്റെ കാലിന് അല്ലാഹു ശക്തി നൽകിയത്. നബ്തലീ, ഇതെല്ലാം പരീക്ഷണ അടിസ്ഥാനത്തിൽ നൽകിയതാണ്. ഈ കാഴ്ചയും ഈ കേൾവിയും ഒക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിനക്ക് നൽകിയിരിക്കുന്ന കാഴ്ച ശക്തിയില്ലയോ? നിനക്ക് നൽകിയിരിക്കുന്ന ഹൃദയമില്ലയോ? ഇതെല്ലാം നാളെ ആഖിറത്തിൽ വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിന്റെ കണ്ണുകൊണ്ട് എന്താണ് നീ കണ്ടത്? ഹലാലായതാണോ ഹറാമായതാണോ? നിന്റെ കാതുകൊണ്ട് എന്താണ് നീ കേട്ടത്? ഹലാലായതാണോ ഹറാമായതാണോ? നിന്റെ ഹൃദയം കൊണ്ട് എന്താണ് നീ ചിന്തിച്ചു തീർത്തത്? ഹലാലാണോ ഹറാമാണോ? നീ നന്മകൾ ചെയ്യണേ സഹോദര. ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഹറാമ് കാണല്ലേ, ഹറാമ് കേൾക്കല്ലേ. നിന്റെ ഹൃദയം കൊണ്ട് ഹറാമ് നീ ചിന്തിക്കല്ലേ. കാരണം ആഖിറത്തിൽ ഖേദമാണ്. ഈ ദുന്യാവിൽ ഈ അമലുകളൊക്കെ, ഈ അവയവങ്ങളൊക്കെ നൽകിയത് നബ്തലീ, അല്ലാഹ് പരീക്ഷിക്കാനാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഇതെല്ലാം പരീക്ഷിക്കാൻ നൽകിയതാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ഖുർആനുണ്ട്, ഖുർആൻ ഓതപ്പെടുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു വീട്ടിൽ ഖുർആനുണ്ട്, ആ ഖുർആനിനെ ഓതപ്പെടുന്നില്ല എങ്കിൽ ആ ഖുർആൻ ആ വീട്ടുകാരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വീട്ടിൽ ഖുർആനുണ്ട്,
5 ഖുർആനുണ്ട്, 10 ഖുർആനുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഖുർആൻ നമ്മളെ ശപിക്കും. നബി മുഹമ്മദ് മുസ്തഫ. അല്ലേ തന്നെ മറ്റുള്ളവരുടെ ശാപം കേട്ട് കേട്ട് ഇടങ്ങേറായിട്ടിരിക്കുക. ഇനി ഖുർആൻ്റെ ഒരു ശാപം കൂടി വന്നാൽ ജീവിത ഹറാസാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കാൻ. വീട്ടിലുള്ള ഖുർആൻ എടുത്ത് നല്ലതുപോലെ ഓതിൻ. പലരും അശ്രദ്ധ വെക്കുന്ന ഒരു കാര്യമാണത്. ഖുർആൻ ഓതൽ കൃത്യമായി നടക്കുന്നില്ല. ഖുർആൻ നോക്കി ഓതുന്നതിനോളം ഒരിക്കലും വരികയില്ല കാണാതെ ഓതലും, അതുപോലെ തന്നെ മൊബൈൽ നോക്കി ഓതലും. അത് മനസ്സിലായിരിക്കും. മൊബൈൽ നോക്കി ഓതിക്കഴിഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ, ഖുർആൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ആപ്പിൾ ഫോണാണെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയൊക്കെ നമ്മൾ തന്നെ ഖുർആൻ ഉണ്ടെങ്കിൽ കൈകൊണ്ടെടുക്കാത്ത ചില ആളുകൾ, അത്ര മടിയുള്ള മൊബൈൽ നോക്കിയിട്ട് ഭയങ്കരമായിട്ട്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കോ, ഖുർആനിൻ്റെതാകുന്ന കോപ്പി കയ്യിലെടുത്ത് ഓതുന്നതിനോളം ഒരിക്കലും വരികയില്ല നമ്മൾ മൊബൈൽ നോക്കി ഓതുന്നതും കാണാതെ ഓതുന്നതും. ഏറ്റവും ശ്രേഷ്ഠത ഏതിനാണ്? ഖുർആൻ നോക്കി ഓതുന്നതിനാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട്, ഉസ്താദേ മൊബൈലിലുള്ള ഖുർആന് അതുമായിട്ട് മൊബൈലിൽ ഖുർആൻ ഉണ്ടായിരിക്കുക ബാത്റൂമിൽ പോകാൻ പറ്റുമോ? അയിമത്തുകൾ അതിന് മറുപടി നൽകി പറ്റും എന്നാണ്. എന്തുകൊണ്ട്? ഖുർആനിലുള്ള മൊബൈല് യഥാർത്ഥ ഖുർആനല്ല. അതിനേതുപോലെയാണ് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്? ഒരു കണ്ണാടിയിൽ നിന്റെ മുഖം നോക്കുന്നത് പോലെ. ഒരു കണ്ണാടി ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ മുഖം നോക്കുമ്പോൾ ആ കണ്ണാടിക്കകത്ത് നിന്റെ മുഖം കാണുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു മുഖം അതിനകത്ത് കാണാം. ആ കണ്ണാടിയിലുള്ള മുഖം നിന്റെ യഥാർത്ഥ മുഖമാണോ? നീയാണോ അതിനകത്ത് നിൽക്കുന്നത്? അല്ല, നിന്റെ ഒരു പ്രതിബിംബമാണ്. എന്നതുപോലെയാണ് മൊബൈലിനകത്തുള്ളതാകുന്ന മുസ്ഹഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് ബാത്റൂമിൽ പോകുന്നതിന് തെറ്റില്ല. അത് പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ടല്ല, അല്ലാതെ നമുക്ക് അതിനകത്തൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ മൊബൈൽ വെച്ചുകൊണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റുമോ ഇല്ലയോ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ പോലും പണ്ഡിതന്മാർ പറഞ്ഞു അത് യഥാർത്ഥ ഖുർആൻ അല്ലാത്തത് കൊണ്ട് പോകൽ അനുവദനീയമാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ പിന്നെ നമ്മൾ അത് വെച്ചിട്ട് ഓതുന്നതിൽ എന്താ? മിക്ക സ്ഥലങ്ങളിലും പള്ളിക്കകത്ത് ഓതുന്നതായ ആളുകൾ പോലും പള്ളിയിലെ മുസാഫ് പോലും എടുക്കലില്ല. അതായി പറയുന്നത്. അവിടെയൊക്കെ ഭയങ്കര സ്റ്റൈലിൽ എൻ്റെ മൊബൈലിനകത്ത് അതുകൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കളിക്കുക. ഖുർആൻ നോക്കി ഓതിൻ. നമ്മൾ ഖുർആൻ്റെ ആ കോപ്പി കയ്യിലെടുക്കൽ ഒതോടുകൂടി നല്ല റാഹത്തായിട്ട് ശുദ്ധിയോടുകൂടി കിബിലക്ക് അഭിമുഖമായിരുന്നിട്ട് യാസീനൊക്കെ നോക്കി ഓതി. എനിക്ക് യാസീൻ കാണാൻ അറിയാം, ആയിക്കോട്ടെ, പക്ഷെ നോക്കി ഓതുന്നതിന് വേറൊരു കൂലിയാണ്. കണ്ണിൻ്റെ കാഴ്ച കൂടാനും നിദാനമാണ്. ഹൃദയം നന്നാവുകയും ചെയ്യും. അതിൻ്റെ കറുത്ത പുള്ളികളിലേക്ക് നോക്കൽ, 5 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അതിൽപ്പെട്ടതാണ് 1 ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കുന്നത് പോലെ, സംസം വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് പോലെ, പരിശുദ്ധമായ കഅബയുടെ കില്ലയിലേക്ക് നോക്കുന്നത് പോലെ വളരെ പുണ്യമുള്ളതാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ കറുത്ത വരികളിലേക്ക് നോക്കിയിരിക്കൽ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുകയാണ് ഈ കാണാതുള്ള ഓത്തോടുകൂടി. ഖുർആൻ നോക്കി തന്നെ ഓതൻ വലിയ കൂലിയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ശ്രദ്ധ വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എന്താ ഈ വിപത്തുകൾ വരികയാണ്? أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله متى نصر الله ألا
ഇന്ന നസ്റല്ലാഹി ഖരീബ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും കഴിയുന്ന സഹോദരാ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുഅ്മിനേ മുഅ്മിനത്തേ, വലിയ വലിയ മാളിക സൗധങ്ങൾ പണിതുയർത്തുന്നവരെ, ഏക്കർ കണക്കിന് ഭൂമികൾ വാങ്ങിച്ചിടുന്നവരെ, ഒരുപാട് എസ്റ്റേറ്റുകൾ വാങ്ങിച്ചിടുന്നവരെ, ഒരുപാട് ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ തേടിക്കൊണ്ട് നിമിച്ചിൽ പുറങ്ങൾ തേടിപ്പോകുന്നവരെ, യുഎഇയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ വിവിധ കടമുറികൾ വാങ്ങിച്ചു കൂട്ടുന്നവരെ, മാളിക സൗധങ്ങൾ പണിതുയർത്തുന്നവരെ, ഈ ദുനിയാവിൽ നിങ്ങൾ കരുതുന്നുണ്ടോ വെറുതെ സ്വർഗം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അം ഹസിബതും തദ്ഖുലുൽ ജന്ന, വെറുതെ അല്ലാഹു സ്വർഗം നിങ്ങൾക്ക് കരുതുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കരുതല്ലേ, കരുതല്ലേ. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാ, നിങ്ങൾക്ക് മുമ്പ് മനോഹരമായ ജീവിതം നയിച്ചു പോയതായ എത്രയോ ആളുകളുണ്ട്, എത്രയോ സമ്പന്നരുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിപത്തുകൾ നൽകിയത് നിങ്ങൾക്കറിയില്ലയോ? വസുൽസിലൂ, അവരെ അല്ലാഹു കിടിലം കൊള്ളിക്കുകയാണ്. അവർക്ക് അല്ലാഹു ഭൂമി കുലുക്കം നൽകുകയാണ്, ഭൂകമ്പം നൽകി അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണ്. ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅ, അന്നുള്ളതായ സർവ്വ ആളുകളും അവരുടെ പ്രവാചകന്മാരോടൊപ്പം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുക? ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒന്ന് സംരക്ഷണം ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അറിയിപ്പ് നൽകുകയാണ്, അവരുടെ പ്രവാചകന്മാർ മുഖേന ആ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുകയാണ്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, വിഷമിക്കണ്ട കേട്ടോ. ഒരു പ്രതിസന്ധിയും പ്രയാസവും കടന്നു വന്നാൽ അതിനോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും, തീർച്ചയാണ്. തുർക്കിയിലെയും സിറിയയിലെയും പാവപ്പെട്ട ജനങ്ങൾ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നേർക്ക് നേരെ കണ്ടില്ലേ, കണ്ടില്ലേ? 17 ദിവസങ്ങൾ പിന്നിടുകയാണ്. എത്രയോ പ്രയാസങ്ങളാണ് അവർ സഹിച്ചിട്ടുള്ളത്. എത്രയെത്ര മക്കളാണ് യതീമീങ്ങളായി പോയത്. മാതാപിതാക്കളൊപ്പം മനോഹരമായ ജീവിതം നയിച്ചിരുന്ന, നല്ല സുഭിക്ഷമായി ആഹാരം കഴിച്ച് അമ്പരചുംബികളായ മണിമേടുകൾ, ഫ്ലാറ്റുകളിൽ, സൗധങ്ങളിൽ, 60-70 നിലകളിലുള്ള ബിൽഡിങ്ങുകളിൽ മനോഹരമായി AC ഇട്ടുകൊണ്ടുറങ്ങിയവരല്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഭൂകമ്പത്തിലൂടെ അവരെ അല്ലാഹു ഇല്ലാതാക്കിയല്ലയോ? അഫഅമിന അഹ്ലുൽ ഖുർആൻ അയഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ. أوأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. ഈ ദുനിയാവിൽ കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും ഹറാമായത് ഭുജിച്ചും കഴിയുന്നവരെ, മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, വീടിന്റെ അകത്തലങ്ങളെ നമസ്കാരം കൊണ്ട് ധന്യമാക്കാതെ, വീടിന്റെ അകത്തലങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ ഓതാതെ, ഹറാമാക്കപ്പെട്ടതാകുന്ന പുസ്തകങ്ങളും പൈങ്കിളി പുസ്തകങ്ങളും വാരികളും മോശപ്പെട്ട സിനിമകൾ മൊബൈൽ ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവതികളെ, യുവാക്കളെ, അല്ലാഹ് ചോദിക്കും
ചോദിക്കുകയാണ് അഫഅമിന അഹ്ലുൽ ഖുറാൻ അയഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ. പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുന്ന സമയം, അശ്രദ്ധരായി നിലകൊള്ളുന്നതായ സമയം, അള്ളാഹുവിന്റെ വിപത്ത് വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറങ്ങുകയാണോ അവർ നിർഭയത്വത്തോടുകൂടി ഉറങ്ങുകയാണോ? ഉറങ്ങല്ലേ ഉറങ്ങുന്ന സമയത്ത് വിപത്ത് കൊടുക്കുന്നവനാണ് അള്ളാഹു. അങ്ങനെ വിപത്ത് കൊടുത്തില്ലേ? കണ്ടില്ലേ തുർക്കിയിലെ ജനങ്ങള് ഉറങ്ങിക്കിടക്കുന്ന പാവപ്പെട്ടതാകുന്ന ആളുകള് അള്ളാഹു ഉന്മൂലനം ചെയ്തില്ലേ? നശിപ്പിച്ചില്ലേ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത ഐദിന്നാസ്. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ചിന്തിക്കാതെ, അവൻ നൽകിയ നന്മകൾ പരിപൂർണമായി ശ്രദ്ധയിലെത്താതെ, അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവരാരുണ്ടോ അവരെ അള്ളാഹു ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവർ പരീക്ഷണം ഏറ്റുവാങ്ങുന്നതാണ്. ഏതെല്ലാം നിലക്കുള്ള പരീക്ഷണങ്ങളാണോ അള്ളാഹു നൽകുന്നത്, ആ പരീക്ഷണങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങാൻ അവർ തീർച്ചയായും തയ്യാറാവേണ്ടതാണ്. അതിൽ വിജയിക്കാൻ നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിലേക്കുള്ള തിരിയൽ അനിവാര്യമാണ്. ലോക ജനത മുഴുവനും അശ്രദ്ധ വെക്കുന്ന സമയത്ത് ഖുർആനോതുകയും നിസ്കരിക്കുകയും ചെയ്യണേ. എല്ലാവരും അശ്രദ്ധരാകുന്ന സമയം, ആ സമയത്തുള്ള ഖുർആനോത്ത് വലുതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രാത്രിയിലുള്ള ഖുർആനോത്തിന് ഭയങ്കര ഫലമാണ്. രാത്രിയിൽ ഇശാ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഒരു പേജെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഖുർആനോത്. അങ്ങനെ ഒരു ശീലം ഉണ്ടായിക്കട്ടെ. നമ്മുടെയൊക്കെ അടുത്ത് ഖുർആനല്ല ഉള്ളത്, എല്ലാവരുടെയും അടുത്ത് മൊബൈൽ ഫോണാണ്. അതിന്റെ റേഡിയേഷൻ തന്നെ മതി മാരകമാകുന്ന അസുഖങ്ങൾ വരാൻ. അള്ളാഹു നമ്മളൊക്കെ. ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ എടുത്തു വെക്കരുത്. പണ്ടത്തെ അലാറം സിസ്റ്റം തന്നെ കൊണ്ടുവരും. എഴുന്നേക്കാൻ പഴയ അലാറം വാങ്ങാൻ കിട്ടും. മൊബൈലിൽ അലാറം വെച്ചിട്ട് അടുത്ത് വെച്ച് ഉറങ്ങുന്ന ഒരു ശീലം ഇന്നത്തെ തലമുറയിലുണ്ട്. മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ്. അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകുമാറാവട്ടെ. ഒരുപാട് ക്യാൻസർ രോഗികളാണ് കാസർഗോഡ് ജില്ലയിൽ. എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ്, പല വിധത്തിലുമുള്ള ക്യാൻസർ. അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അതറിയണമെങ്കിൽ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുടെയും എണ്ണം വല്ലാതെ വർദ്ധിക്കുക. അറിയണമെങ്കിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ മതി. ഇഷ്ടം പോലെ കുടുംബങ്ങളാണ്. എങ്ങോട്ട് പോവാ? ലക്ഷോർ വരെ പോവാ. എവിടെ ലക്ഷോർ? എറണാകുളം. ഇല്ലെങ്കിൽ ആസ്തറിൽ പോവാണ് എറണാകുളത്തേക്ക്. ഇല്ലെങ്കിൽ മംഗലാപുരത്ത് പോവാൻ. അപ്പുറം നിപ്പുണ്ട് ഇപ്പുറം നിപ്പുണ്ട്. രണ്ട് സൈഡിലും ആളുണ്ട്. എല്ലാം ഹോസ്പിറ്റലാണ്, വേറെ ഒന്നുമില്ല. അതാണ് അവസ്ഥ. എല്ലാവരും നിത്യരോഗികളായി മാറി. അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഭക്ഷണം കഴിക്കും, നല്ലതുപോലെ വെള്ളവും കുടിക്കും. വെള്ളം കുടിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. 20 കിലോ ഭാരമുള്ളവൻ, വെയിറ്റുള്ളവൻ 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 40 ഉള്ളവൻ 2 ലിറ്റർ, 60 ഉള്ളവൻ 3 ലിറ്റർ, 80 കിലോ ഉള്ളവൻ എത്ര കുടിക്കണം? 4 ലിറ്റർ വെള്ളം. ആരാ കുടിക്കുന്നത്? ഒരു ഗ്ലാസ് പോലെ തികച്ചു കുടിക്കാത്ത ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കും. അള്ളാഹു നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആരോഗ്യമില്ല, എല്ലാം പോയി. സ്കരിക്കാനും താക്കത്തുണ്ടാവൂല, ഖുർആൻ ഓതാനും ആരോഗ്യമില്ല, എപ്പോഴും ക്ഷീണാണ്. എപ്പോഴും കടന്നാൽ മതി. ഒരു കിടക്ക വിരിച്ചു കൊടുത്താൽ അപ്പോൾ ഉറങ്ങും. അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതിയാണ് എല്ലാവർക്കും. ക്ഷീണം തന്നെ. ഒരു 10 മിനിറ്റ് നമ്മൾ ഇരിക്കൂല, അപ്പോഴേ ഉറങ്ങാൻ. എപ്പോഴും ഒരു ക്ഷീണം. എന്താ കാരണം? ആരോഗ്യം കറക്റ്റ് അല്ല, ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് അല്ല. അള്ളാഹു നമുക്കൊക്കെ ശരീരത്തിന് സിഹത്ത് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നല്ലതുപോലെ വെള്ളം കുടിക്കണം. 80 ലിറ്റർ ശരീരഭാരമുള്ള 80 കിലോ ഉള്ള ഒരു വ്യക്തി 4 ലിറ്റർ വെള്ളം കുടിച്ചില്ല. അങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നല്ല റാഹത്തുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളം കുടിച്ചാൽ വയറ് വീർക്കുമെന്ന് ഒരിക്കലും ഇല്ല. അതൊക്കെ വെറുതെ തോന്നലാണ്. ഇപ്പൊ കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട്, അതുകൊണ്ട് കുടിക്കും.
നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണ്ടേ? നബി തങ്ങളോട് ചോദിച്ചല്ലോ, ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദുആ ഏതാണ്? നബി തങ്ങൾ കൊടുത്ത മറുപടി സലിൽ അഫ്വ വൽ ആഫിയ, നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആരും ചോദിക്കാത്തതും അത് തന്നെയാണ്. ഇന്ന് വരെ ദുആ ഇരുന്നിട്ട് അല്ലാഹു എനിക്ക് നല്ല ആരോഗ്യം തരണേ അല്ലാഹുവേ, ശരീരത്തിന് സിഹത്ത് തരണേ അല്ലാഹുവേ, നമ്മൾ നമ്മുടെ കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നില്ലെങ്കിൽ വാപ്പ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയവും സന്ദർഭവുമാണ് സുബഹിയും അസറും. ഈ രണ്ട് ജമാഅത്തിനും മറ്റു ജമാഅത്തുകളെക്കാൾ പുണ്യം നബി മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെ? ഒന്ന് സുബഹി, മറ്റൊന്ന് അസർ. സുബഹിക്കും നല്ല ഉറക്കമാണ്, അസറിന് നല്ല ഉറക്കാണ്. ഞായറാഴ്ച ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞ് കാനൂത്തൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ അടിച്ച് കുഴിമന്തി കഴിച്ച് പിന്നെ ആള് നല്ല കുഴിവെട്ടി കിടക്കുകയാണ്. അസറിന് ജമാഅത്തിനില്ല. ജമാഅത്തിനുണ്ടോ? ജമാഅത്തിനില്ല. നിസ്കരിക്കും, പിന്നെ എഴുന്നേറ്റ് വെക്കാൻ 5:45 ആകുമ്പോൾ നിസ്കരിക്കുന്നവൻ. മഗ്‌രിബിന് ഭയങ്കരമായിട്ട് പള്ളിയിൽ പോകും. എല്ലാവരും മഗ്‌രിബിന് ഭയങ്കര സംഭവമാണ്. നബി തങ്ങൾ പറഞ്ഞു, സുബഹിയും അസറും ഈ രണ്ട് നിസ്കാരത്തിന്റെ മഹത്വം അറിഞ്ഞെങ്കിൽ മുട്ടിലെഴഞ്ഞിട്ടാണെങ്കിലും ആ നിസ്കാരത്തിൽ അവൻ വന്നേനെ, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന നിസ്കാരമാണ് അസർ നിസ്കാരവും, അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ടതായ സുബഹിയും. ശരിക്കും ശ്രദ്ധിക്കണം. അശ്രദ്ധ വെക്കുന്ന നിസ്കാരം ശരിക്കും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ വലിയ കൂലി. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ അതാ എന്റെ തൊട്ടടുത്ത് കെട്ടിയിട്ടിരിക്കുന്നതായ ആലയിൽ നിന്ന് കുതിര ശക്തിയായി 2 കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി കരയുകയാണ്. ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. യാ ബനീ ഇസ്രായീല ദുഖുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുകും അലൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ മനോഹരമായ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ, എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുമ്പോ അതാ കുതിര അതിന്റെ ആലയിലിരുന്നു കൊണ്ട് 2 കാലുകൾ കുളമ്പടികൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഖുർആൻ അടച്ചു വെച്ചു, ഓതല് പൂർത്തിയാക്കി വേഗം തന്നെ ഞാൻ കുതിരയുടെ അടുക്കലേക്ക് ചെന്നു, കുതിരയെ സമാധാനിപ്പിച്ചു. അപ്പോൾ കുതിര 2 കാലുകളും നിലത്തേക്ക് വന്നുകൊണ്ടിട്ടുണ്ട്. ഞാൻ അടുത്ത് വന്നപ്പോൾ അതിന്റെ കുളമ്പടിയൊക്കെ നിലത്ത് വെച്ച് സ്റ്റേണായിട്ട് നിൽപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ വീണ്ടും വന്നു, പരിശുദ്ധമായ ഖുർആൻ തുറന്നു, ബാക്കി ഓതുകയാണ്. സൂറത്തുൽ ബഖറയുടെ ബാക്കിയുള്ള ആയത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് 2 പേജ് കൂടി ഓതി തീർക്കുമ്പോ വീണ്ടും അതാ കുതിര അതിന്റെ ആലയിൽ നിന്നുകൊണ്ട് അതിശക്തമായ നിലയിൽ 2 കാലുകളും ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്തെന്നില്ലാതെ ശബ്ദിക്കുകയാണ്. ഞാൻ വീണ്ടും അതാ ഓതല് നിർത്തിയിട്ട് കുതിരയുടെ അടുക്കലേക്ക് വന്ന് അതിനെ ആശ്വസിപ്പിക്കുന്നു. കുതിര കാല് താഴ്ത്തിയിടുന്നു. അപ്പോൾ വീണ്ടും ഇതാ കുതിര അതിന്റെ ആലയിലിരുന്നുകൊണ്ട് വീണ്ടും അതിശക്തമായ നിലയിൽ ആകാശത്തേക്ക് കാലുയർത്തിയിട്ട് അതിശക്തമായ നിലയിൽ അടുത്തുപോയി നിൽപ്പുണ്ട്. അത് കാലിങ്ങനെ പൊക്കി നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ മോനതിന്റെ താഴത്ത് തന്നെ വന്ന് നോക്കി നിൽക്കുക. കുതിര ഇങ്ങനെ 2 കാലും ഫ്രണ്ടിലത്തെ 2 കാലും പൊക്കി, കാരണം ഇതിന്റെ കുളമ്പടി കൊണ്ടാൽ മതിയല്ലോ, കൊച്ചു കുട്ടികൾക്ക് ഒരു ഒറ്റ തട്ട് കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ ആ കുഞ്ഞിനെ ഭയന്നിട്ട് പെട്ടെന്ന് ഓത്ത് നിർത്തിയിട്ട് ഓടിച്ചെന്ന് മോനെ പോയി ഇങ്ങെടുത്തു. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഈ സംഭവമല്ല, സുബഹിക്ക് ഞാനിതാ പരിശുദ്ധ പ്രവാചകന്റെ തിരുഹളറത്തിലേക്ക് മദീനയിലേക്ക് ചെല്ലുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ ഇന്നത്തെ രാത്രിയിൽ ഇശാ കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് പാരായണം ചെയ്തപ്പോ
ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ കുതിര രണ്ട് കാലുകൾ അതിന്റെ കുളമ്പുകൾ മുകളിലേക്ക് ഉയർത്തി അതിശക്തമായി 3 പ്രാവശ്യം ശബ്ദിക്കുകയും മകൻ വന്നുകൊണ്ട് കുളമ്പിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നപ്പോ എന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഓതല് ഞാൻ നിർത്തുകയും ചെയ്തു. ആകാശത്തേക്ക് ഞാൻ നോക്കുമ്പോ വെളുത്ത നിറത്തിലുള്ള ഒരു സ്തൂപം അതാ എന്റെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ദർശിക്കാൻ സാധ്യമായി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉസൈദേ ഉസൈദേ, നീ എന്താണ് ഖുർആനോത്ത് നിർത്തിക്കളഞ്ഞത്? നീ അങ്ങാടം ഇന്നലത്തെ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതി അങ്ങനെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ സുബഹിയുടെ സമയത്തിന് മുമ്പായി നിന്റെ വീട്ടിലേക്ക് ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഈ സമൂഹത്തിന് കാണാമായിരുന്നു. അതാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിളക്കായി കടന്നു വരുന്ന മലക്കുകളെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ വീടുകളിൽ ശാന്തി വേണ്ടയോ? നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണ്ടയോ സഹോദര? എന്നാൽ ഖുർആനോദണേ, ഖുർആനോദണേ. അല്ലയോ ബഹുമാനപ്പെട്ട ഉസൈദേ, നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് സക്കീനത്തിന്റെ മലക്കുകളാണ്. ശാന്തിയും സമാധാനവുമായിട്ടാണ് അവർ വന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ വീടിനകത്തലങ്ങൾ സിനിമാ തിയേറ്ററുകൾ പിടിപ്പിക്കുന്ന തിരക്കുകളാണ്, ഹോം തിയേറ്ററുകൾ കൊണ്ടുവരുന്ന തിരക്കുകളാണ്. 4000, 5000, 10000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിൽ ഏകദേശം 800 സ്ക്വയർ ഫീറ്റോളം റൂമുകൾ സജ്ജീകരിക്കുന്നത് തന്നെ ഹോം തിയേറ്റർ വീട്ടിനുള്ളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. മോശപ്പെട്ട സിനിമകൾ തന്നെ കുടുംബവുമായി ഒന്നിച്ചിരുന്ന് കാണാൻ വെമ്പൽ കൊള്ളുന്ന മക്കളായി ആധുനിക തലമുറ മാറുകയാണ്. DJ പാട്ടുകൾ ഇട്ടുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ആനന്ദ നൃത്തമാടുകയാണ്. ഖുർആൻ കേൾക്കുന്ന വീടല്ല, ദിക്റുകൾ ചൊല്ലുന്ന വീടല്ല, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന വീടല്ല. മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുകയാണ്. അല്ലാഹു നമ്മളെ ഇന്ന് വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ഏത് വീട്ടിലേക്ക് ചെന്നാലും അല്പം ഒച്ചത്തിലിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിനിമാ പാട്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആനോത്തൊന്നും ഇല്ല. മുമ്പ് കാലങ്ങളിൽ നല്ല ഖുർആനോത്തുണ്ടായിരുന്നു, ദിക്റും സ്വലാത്തും ഉണ്ടായിരുന്നു. തഹ്ലീൽ ചൊല്ലും. മഗ്രിബിന് മുമ്പ് വാപ്പായും മക്കളും കുടുംബമൊക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആര് ചെല്ലുന്നു? ഒന്നും ഒരു ചെല്ലലില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താ ഈ വിപത്തുകൾ വരികയാണ്. അം ഹസിബതും തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്രികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله متى نصر الله على إن نصر الله قريب. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും കഴിയുന്ന തദ്ഖുലുൽ ജന്ന, വെറുതെ അല്ലാഹു സ്വർഗ്ഗം നിങ്ങൾക്ക് കരുതുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കരുതല്ലേ, കരുതല്ലേ. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്രികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ
നിങ്ങൾക്ക് മുമ്പ് മനോഹരമായ ജീവിതം നയിച്ചു പോയതായ എത്രയോ ആളുകളുണ്ട്, എത്രയോ സമ്പന്നരുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിപത്തുകൾ നൽകിയത് നിങ്ങൾക്കറിയില്ലയോ? വസുൽസിലോ, അവരെ അല്ലാഹു കിടിലം കൊള്ളിക്കുകയാണ്. അവർക്ക് അല്ലാഹു ഭൂമി കുലുക്കം നൽകുകയാണ്, ഭൂകമ്പം നൽകി അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണ്. ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅ, അന്നുള്ളതായ സർവ്വ ആളുകളും അവരുടെ പ്രവാചകന്മാരോടൊപ്പം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുക? ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒന്ന് സംരക്ഷണം ഉണ്ടാകുമോ? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അറിയിപ്പ് നൽകുകയാണ്. അവരുടെ പ്രവാചകന്മാർ മുഖേന ആ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുകയാണ്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, വിഷമിക്കണ്ട കേട്ടോ. ഒരു പ്രതിസന്ധിയും പ്രയാസവും കടന്നു വന്നാൽ അതിനോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും, തീർച്ചയാണ്. തുർക്കിയിലെയും സിറിയയിലെയും പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നേർക്ക് നേരെ കണ്ടില്ലേ? 17 ദിവസങ്ങൾ പിന്നിടുകയാണ്. എത്രയോ പ്രയാസങ്ങളാണ് അവർ സഹിച്ചിട്ടുള്ളത്. എത്രയെത്ര മക്കളാണ് യതീമീങ്ങളായി പോയത്. മാതാപിതാക്കളൊപ്പം മനോഹരമായ ജീവിതം നയിച്ചിരുന്ന, നല്ല സുഭിക്ഷമായി ആഹാരം കഴിച്ച് അമ്പരചുംബികളായ മണിമേടുകൾ, ഫ്ലാറ്റുകളിൽ, സൗധങ്ങളിൽ, 60-70 നിലകളിലുള്ള ബിൽഡിങ്ങുകളിൽ മനോഹരമായി AC ഇട്ടുകൊണ്ടുറങ്ങിയവരല്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഭൂകമ്പത്തിലൂടെ അവരെ അല്ലാഹു ഇല്ലാതാക്കിയല്ലയോ? അഫഅമിന അഹ്ലുൽ ഖുർആൻ അയഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ അവ അമിന അഹ്ലുൽ ഖുർആൻ അയഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ അഫഅമിനൂ മക്കറല്ലാഹ് അഫഅമിനൂ മക്കറല്ലാഹ് ഫലാ. മൊബൈൽ ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവതികളെ, യുവാക്കളെ, അല്ലാഹ് ചോദിക്കുകയാണ് അഫഅമിന അഹ്ലുൽ ഖുർആൻ അയഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ. പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുന്ന സമയം, അശ്രദ്ധരായി നിലകൊള്ളുന്നതായ സമയം, അല്ലാഹുവിന്റെ വിപത്ത് വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറങ്ങുകയാണോ? അവർ നിർഭയത്വത്തോടുകൂടി ഉറങ്ങുകയാണോ? ഉറങ്ങല്ലേ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, ഭൗതികമാകുന്ന ലോകത്തും പരലോകത്തും എനിക്ക് ശരീരത്തിന് സിഹത്തും ആഫിയത്തും നൽകണേ അല്ലാഹ്. സുഖവും സൗഖ്യവും ചോദിച്ചു തന്നെ വാങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയതാണ്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. നല്ല ഭക്ഷണം കഴിക്കുക, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നവർ കുറവാണ്. ഒക്കെ ഫാസ്റ്റ് ഫുഡിന്റെ യുഗത്തിലേക്ക് പോയി. മാരകമാകുന്ന രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.